അപ്പോൾ എന്നാലും ചെറിയൊരു ട്രിപ്പ് ഞാൻ എവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിന്. ഞാൻ പെരുന്നാളിൻ്റെ ട്രിപ്പ് ഒരു മുംബൈയിലെല്ലാം പോയിട്ട് വരണം എന്നാണ് വിചാരിച്ചത്. ചെറിയ റേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ മുംബൈയിലേക്കെല്ലാം 800 റുപ്യയിലെ ടിക്കറ്റിന് കാണിച്ചിട്ട് ഇടുന്നത്. നാട്ടിലെ 8000 റുപ്യയിലെ ടിക്കറ്റിന് കാണിച്ചിന്. ഇപ്പം നല്ല റേറ്റ് കൂടി. അന്നേരം ആ പ്ലാന് പൊളിഞ്ഞ്. അന്നേരം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനക്ക് വീണ് കിട്ടിയ പോലെ ഒരു ചെറിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പാസ്പോർട്ട് വേണം. ഞാൻ പോകുന്നത് നമ്മളെ സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിൽ റിയാദിലേക്കാണ് ഞാൻ പോകുന്നത്. വീടിന് ഏകദേശം റിയാദിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാട്ടാ. അന്നേരം ഞാൻ റിയാദിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരൻ അഫ്സൽ റിയാദിലുണ്ട്. ഓനിരുന്ന് ഖത്തറിന്ന് പോയതാണ്. അന്നേരം അഫ്സലിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അഫ്സലിനെ പിക്ക് ചെയ്യണം, ഖത്തറിലേക്ക് തിരിച്ചു വരണം. അന്നേരം പോകുമ്പോൾ കുറച്ച് കാഴ്ചകളും കുറച്ച് വീഡിയോസ് എല്ലാമാണ്. എന്തായാലും ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നില്ല, കുറച്ചായിട്ട് ബോറടിപ്പിക്കാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവുക. നമുക്ക് കുറച്ച് കാഴ്ചകളും റിയാദിലേക്കുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇനിയുള്ള കുറച്ച് വീഡിയോയിൽ. ട്രാവൽ വ്ളോഗ് റൈഡർ റഷീദ് എന്ന് പേരിലിട്ടിട്ട് കുറേ ആയില്ല ട്രാവൽ വ്ളോഗ് ചെയ്യാതെ. ഇനി കുറച്ച് ട്രാവൽ വ്ളോഗ്. അന്നേരം അഭിപ്രായം നിർദ്ദേശങ്ങളിൽ അറിയിക്കുക. റിയാദ് അപ്പോൾ റിയാദിലേക്ക് ഇടുന്ന് 576 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 6 മണിക്കൂർ വേണം. ഞാനിപ്പം പുറപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 സമയം 3:30. എന്നാലും കുറച്ച് രാത്രിയാവും റിയാദിൽ എത്തണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് മുക്കൈനസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ ഉള്ളൂ. അത്രേ ഓടിയില്ല ഞാൻ. ഒന്നാമത് കുറച്ച് ലൈറ്റ് ആയിന്. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കടന്നിറങ്ങിപ്പോയി. പിന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളെല്ലാം നമുക്ക് എത്തിച്ചേരാല. അങ്ങനെല്ലാം വിചാരിച്ചിന്. എന്തായാലും നമുക്ക് വരുമ്പോൾ ആ കാഴ്ചകളെല്ലാം കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഏകദേശം 4:30 പിന്നെ ആരെങ്കിലും ചങ്ങായിമാരെ കൂട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്ക് ലീവ് ഉണ്ട്. ആർക്കും സൗദി വിസ ഇല്ല. സൗദി വിസ ഇപ്പോൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ ഒപ്പം പോയിട്ട് വിസ എടുത്തതാണ്. അതുകൊണ്ട് ആർക്കും സൗദി വിസ ഇല്ല. അന്നേരം വേറെ ആർക്കും ഒപ്പരം വരാൻ പറ്റില്ല. ഇപ്പം ഏതായാലും ഒറ്റക്കങ്ങ് പോകാം. അവളെ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതായി ഇനി സൗദിയിലേക്ക് കടന്നാൽ പിന്നെ എൻ്റെ ഖത്തറിലെ മൊബൈലും നെറ്റും കാര്യങ്ങളൊന്നും കിട്ടൂലെന്ന് വിചാരിക്കുന്നത്. പിന്നെ നോക്കാം കിട്ടുമോ. എൻ്റെ പോസ്റ്റ് പെയ്ഡ് ആയതുകൊണ്ട് കിട്ടുമോയെന്ന് അറിയില്ല. അതൊന്നും ചെയ്യാനുണ്ട്, എന്നാലേ കിട്ടും. എന്തായാലും സൗദിയിൽ സിമ്മിന് എത്ര പൈസ നോക്കാം. സിമ്മിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ലൊക്കേഷൻ ഓൾറെഡി ഓഫ്ലൈൻ മാപ്പ് ഞാൻ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നെറ്റിൻ്റെ ആവശ്യമില്ല. ഓഫ്ലൈൻ മാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോകുമ്പോൾ. അപ്പോൾ നമ്മളെ ഖത്തർ ബോർഡർ എത്തി. അവിടെയാണ് ഖത്തർ ബോർഡർ. അതിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം നമ്മൾ കുളിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട്. ഇന്നെന്താണ് പെരുന്നാളായതുകൊണ്ടാണ് ഇത്ര ആൾക്കാരെ കാണുന്നത്. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് പെരുന്നാളായതുകൊണ്ട്. അബു സമറ ബീച്ച്, സൽവ ബീച്ച്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉള്ളോളം നടന്നു പോകാൻ പറ്റും കേട്ടോ. അതിൻ്റെ അപ്പുറമാണ് സൗദീൻ്റെ ബോർഡർ. ഇതിങ്ങനെ വളഞ്ഞ് പോയാൽ അതിൻ്റെ അപ്പുറം സൗദിയാണ് കേട്ടോ. ആ സൈഡിൽ കണ്ട അങ്ങത്തോളം നടന്നു പോകാൻ പറ്റും. നല്ല ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പുണ്ടാവും. നോക്കി ആൾക്കാരെല്ലാം കുറേ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങത്തോളം ഉള്ളിലേക്ക് ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. നല്ല കുറച്ച് ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാർ വരൽ കുറവാണ്. ഇതുവരെ ബോർഡർ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം കടന്നുകൂടാ. ഇതിൻ്റെ അപ്പുറം മിലിറ്ററീൻ്റെ ഏരിയ ആണ്. അവർ വന്നിട്ട് ഓടിക്കും. ഇതിൻ്റെ അപ്പുറം കടന്നുകൂടാ. അന്നേരം ഞാൻ ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ല. കാരണം നമുക്ക് സൗദിയിലേക്ക് കടക്കേണ്ടതാണ്. എന്തായാലും ബോർഡറിൽ തിരക്കുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ പോയെന്ന്. ഓക്കെ, സമയം ഏകദേശം 5 മണി 5:30 ആയി. ബോർഡറിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ട് പോവാ. സൗദിയിൽ പെട്രോളിന് വില കൂടുതലാന്ന് തോന്നുന്നു. കൂടുതലാ കുറവാ എനിക്ക് അറിയില്ല കേട്ടോ. ഏതായാലും ഇവിടുന്ന് അടിച്ചിട്ട് പോവാ. പാസ്പോർട്ട്, വണ്ടിൻ്റെ ഐ ഡി ഇത് 3 വേണ്ടത്. എമിഗ്രേഷൻ ഇവിടെ ഇപ്പോൾ ഈ ബോർഡിൽ എഴുതി കാണിക്കും എത്രാമതിലേക്കാണ് കയറേണ്ടത് എന്നുള്ളത്. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്.
നമ്മൾ ഈ പേപ്പർ ഇവിടെ സ്കാൻ ചെയ്തോളാം. ഇവിടെ സ്കാൻ ചെയ്താൽ ആടെ ഒരു തൂണുണ്ട്, അത് പൊന്തു. ഓക്കെ, തൂണ് പൊന്തി. തൂണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഫ്രണ്ടിൽ. തൂണ് പൊന്തി. എമിഗ്രേഷൻ കഴിഞ്ഞു. ടപ്പ് എന്ന് പറഞ്ഞ എമിഗ്രേഷൻ കഴിഞ്ഞു. ايوه افتح هذا الدريشه. ايوه افتح الدريشه. افتح شنطه بكره. ايه افتح. അപ്പോൾ ഖത്തർ ബോർഡറിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നേരെ നമ്മൾ സൗദി ബോർഡറിലേക്ക്. ആരുമില്ല. ആരുമില്ല. എല്ലാ ഇമിഗ്രേഷൻ എല്ലാ കൗണ്ടറും ഓപ്പണും ഉണ്ട്. കുറച്ച് വണ്ടികളേ ഉള്ളൂ. വണ്ടികളെല്ലാം ഇന്നലെ പോയി തീർന്നിട്ടുണ്ടാവും. ഇന്നലെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാം കഴിഞ്ഞു. സൗദീൻ്റെ എല്ലാം കഴിഞ്ഞു. ചെക്കിങ്ങും കസ്റ്റംസും എല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് ഇൻഷൂർ എടുക്കണം. ഇവിടുന്ന് ഇൻഷൂർ എടുത്താലേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂ. അല്ല, ഇൻഷൂർ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കാർഡ് വേണം. അപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സൗദിയിലേക്ക് കടന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടെടുക്കുമ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ആ ബോർഡറിൻ്റെ എൻഡിലെത്തിയിട്ട് ആ ഇൻഷൂറിൻ്റെ ആടെന്ന് തിരിച്ചു പോയി. ഇപ്പം നമ്മൾ ഏകദേശം സൗദിയിലേക്ക് കടന്നു. ഇനി നമുക്ക് നേരെ വിടാം റിയാദിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാഴ്ചകൾ കിട്ടുമെങ്കിൽ നമുക്ക് വെക്കാം. പോകുന്ന വഴിക്കാണ് മാമൻ്റെ എല്ലാം വീടുള്ളത്. അത് പോകുമ്പം കയറണോ വരുമ്പം കയറണോ എന്നുള്ള ഇതെല്ലാം ഉള്ളത് നോക്കാം. അപ്പം ഇപ്പോൾ സമയം 6 മണിയായി. 6 മണിയായി. സൗദി ബോർഡർ കിടക്കുമ്പോക്ക് അപ്പം ഇതാണ് സൽവ ബീച്ച്, സൗദിയിലെ സൽവ ബീച്ച്. നമ്മളപ്പുറം കണ്ടത് ഖത്തറിലെ സൽവ ബീച്ച്, ഇത് സൗദിയിലെ സൽവ ബീച്ച്. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ബീച്ച്. അപ്പുറം നേരെ ഓപ്പോസിറ്റ് ഖത്തർ. നമ്മളിപ്പോൾ കറങ്ങി വന്നതേ ഉള്ളൂ. ഏതാ ബീച്ച്? ആൾക്കാരുണ്ടല്ലോ, നല്ല ആൾക്കാരുണ്ടല്ലോ. ഈ ബീച്ചും കൂടി കാണിച്ചു തന്നിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് പെരുന്നാളായതുകൊണ്ടിരിക്കും നല്ല ആൾക്കാർ. കുറച്ച് അങ്ങോട്ട് നടന്നോക്കാം. കുറച്ച് നടന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം, എന്നിട്ട് നേരെ വിടാം. എന്തായാലും രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നും കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റില്ല. ബീച്ചിൽ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ അങ്ങത്തോളം പോയി കഴിഞ്ഞാൽ ഞാൻ നനഞ്ഞ് ആകെ ഇതാവും. ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ ബീച്ചിൽ ഇറങ്ങുന്നത് ശരിയല്ല. ഓ, ഇവിടെ കുളിച്ചിട്ട് ഫ്രഷ് ആകാനുള്ള ഇതെല്ലാം ഉണ്ട് കേട്ടാ. നോക്കിയാൽ കുളിച്ച് കഴിഞ്ഞിട്ട് വയ്യ വീണ്ടും കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്റൂം അതാ. അവിടെ ഓപ്പൺ കുളിക്കുന്ന സ്ഥലതാ. ഫുള്ള് സൗദീൻ്റെ വണ്ടികൾ ഇറക്കുമെന്ന് ഈടെയുള്ള കുറേ ക്യാമ്പിലുള്ള അടുത്തുള്ള ആൾക്കാരെല്ലാം വന്നതായിരിക്കും കേട്ടോ. കൂടുതൽ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നത്. അടിപൊളി ബീച്ച് കേട്ടാ. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. അതൊക്കെ എത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കിയാൽ ആടെ ഉള്ളിൽ നിന്നവരൊന്നും കാണുന്നില്ല. നോക്കട്ടെ, ഞാൻ സൂമാക്കി നോക്കട്ടെ. സൂമാക്കിയിട്ട് പോലും കാണുന്നില്ല. അതാ അങ്ങുണ്ട് അത്ര. അതിലൂടെ നേരെ നടന്നു പോവാ ശരിക്കും ഖത്തറിലേക്ക്. ഓപ്പൺ പാട്ട് ഓപ്പണായിട്ട് വിളിക്കുന്ന അടിപൊളി. അങ്ങത്തോളം ഉണ്ട്, അങ്ങത്തോളം ആൾക്കാരും ഉണ്ട്, കണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ പാർക്ക് കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങളുണ്ട്.
അടിപൊളി വെള്ളം കേട്ടാ, നോക്കിയാ അടിപൊളി. ഈ വെള്ളം തന്നെയാണ് ഖത്തറിലും. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ആയിട്ടുള്ള വെള്ളം, അങ്ങനെയല്ല പറയല്, ക്രിസ്റ്റൽ. ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ബോട്ടുണ്ട് കേട്ടോ. അതാ ആടാ അതിര് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചവിട്ടി ഓടിക്കാൻ. പക്ഷേ ഈ ബീച്ചിൻ്റെ ഇടക്കിടക്ക് കണക്ക് കാണുന്നത് ഓരോരു കല്ലുണ്ട് പൊന്തി നിൽക്കുന്നത്. ആടെ ഒരു കല്ലുണ്ട്, ആടെ ഒരു കല്ലുണ്ട് പൊന്തി നിൽക്കുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ അധികം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. സൂര്യൻ അങ്ങനെ താണ് പോകുന്നത്. എന്നൊക്കെ കുറേ ദൂരെ എത്തണം. അന്നേരം നമുക്ക് വിടാം. എന്തായാലും ഇവിടെ സൽവ ബീച്ചിൻ്റെ ഒരു കാഴ്ചകൾ കൂടി ആരും കാണാത്തവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 3 കൺട്രിയിലേക്ക് പോകുന്നുള്ള സർക്കിള്. 3 കൺട്രിയല്ല, 4 കൺട്രി എന്ന് പറയാം. ഈട സൗദീൻ്റെ, ഖത്തറിൻ്റെ, ഒമാൻ്റെ, ദുബായിൻ്റെ, UAE കൊടി വെച്ചിട്ടാണ്. 4 ടീമിൻ്റെയും കൊടി വെച്ചിട്ട് ഈടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒമാൻ, UAE ബത്ത ബോർഡറാണ് അങ്ങോട്ട്. ഇവിടെ ടേസ്റ്റി ടീൻ്റെ ഇതുണ്ടല്ലോ സ്റ്റാള്. ഇവിടെ അടിപൊളി വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഖത്തർ, നേരെ അങ്ങോട്ട് പോയാൽ സൗദി, റിയാദ്, മക്ക, മദീന, അങ്ങോട്ട് വഴി. നേരെ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, അവിടെ സൽവ ബീച്ച്. നമുക്ക് നേരെ പോകാൻ ടൈമില്ല. ഇവിടെ നല്ലൊരു സർക്കിളിൽ എൻ്റെ അടുത്ത് കുറേ കഫ്റ്റീരിയയും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നേരെ വിടാം. അപ്പോൾ നമ്മളിനി വിടിയാൻ നേരെ വെച്ച് പിടിക്കുന്ന റിയാദിലേക്ക്. ഇടുന്നതിന് 475 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഒരു പ്രതീക്ഷയില്ല, പക്ഷേ എങ്കിൽ സ്പീഡിൽ വിടുന്നില്ല. സമാധാനത്തിൽ പോയാൽ മതി, ഒരു തിരക്കില്ല. നമുക്ക് എത്തണം എന്നുള്ളത് വേഗം. നേരെ നമ്മൾ പോകാം. ഇതിപ്പം വന്ന പുതിയ പാലാണ്. ഈ പാല റേറ്റിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ ദമാമിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ മറ്റേ ഇവിടെ പോയിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര്, അല്ലസയിൽ പോയിട്ട് അങ്ങനെ പോകണേന് ദമാമിലേക്ക്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇവിടുന്ന് നേരെ റൈറ്റ് അടിച്ച് ഈ പാലത്തുമ്മ കയറി അങ്ങ് നേരെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ UAE ബോർഡറിലേക്ക്, ബത്ത ബോർഡറിലേക്ക് പോകുന്ന റോഡാ അത്, പാലാ അത്, പുതിയ പാലാ അത്. നമുക്ക് നേരെയാണ് വേണ്ടത്. റിയാദിലെല്ലാം പോകുമ്പോൾ നേരെ പോയാലാണ് എളുപ്പം. ദമാമിലോട്ട് പോകാൻ പറ്റൂ, പക്ഷേങ്കിൽ ഇതാണ് എളുപ്പം. പിന്നെ സൈഡിലൊന്നും പിന്നെ കാണിച്ചു തരാനൊന്നുമില്ല, എല്ലാം മരുഭൂമി തന്നെ. നമ്മൾ ഖത്തറിലെ റോഡ് കണ്ട മാതിരി ഉള്ള മരുഭൂമി തന്നെ. ഇനിയും 370 കിലോമീറ്റർ പോകാനുണ്ട്. മല്ലനെ പോകുന്നത് 100-120. റോഡ് മൊത്തം ഇങ്ങനെ ഇതേ പുഴി വന്ന് വീണിട്ടില്ലേ എല്ലായിടത്തും. ചിലപ്പോൾ 1 വേ ആവും, ചിലപ്പോൾ 2 വേ ആവും, ചിലപ്പോൾ 1 വേ ആവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം. ഫുള്ള് റോഡുമ്മൽ പുഴിയാ. അപ്പോൾ ഞാനിങ്ങനെ ഓടി അൽ തുഹൈമിയ കഴിഞ്ഞ്, ഇതേതാ സ്ഥലത്തിൻ്റെ പേരറിയുന്നില്ല. ഇനി ഏകദേശം 270 കിലോമീറ്റർ ഇനിയും ഓടാനുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടി, അവിടെ ബാത്റൂം ഉണ്ട്. ഇവിടെ എല്ലാ പെട്രോൾ പമ്പിലും ബാത്റൂം കിട്ടും കേട്ടോ, എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. അവിടെ ബാത്റൂം ഉണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് കടകൾ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ഇനി ഒരു സാൻഡ്വിച്ച് മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. പെട്രോൾ പിന്നെ നമ്മളടുത്ത് ഉണ്ട്, ഖത്തറിന് അടിച്ച പെട്രോൾ ഇപ്പോൾ ഉണ്ട്. റിയാദിലെത്തും. അന്നേരം ഇവിടുന്ന് ഇനി നേരെ സ്ട്രെയിറ്റ് റോഡാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പമ്പുകളെല്ലാം കിട്ടും, കൂടുതൽ കിട്ടൂല. ഇനി അവിടെ പോയിട്ട് ഒരു ചായയും ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചാൽ നല്ല ഫ്രഷ് ആവും. 3 റുപ്യ കുഴപ്പമില്ല. ഒരു സാൻഡ്വിച്ചും ഒരു സുലൈമാനിയും 3 റുപ്യ. 2 റുപ്യ സാൻഡ്വിച്ച്, സുലൈമാനി. പക്ഷേ സൗദി പൈസ തന്നിട്ടുള്ളത്. ഇവിടെ ഹോട്ടലുണ്ട്, ഇതും കുടിച്ച് നേരെ വിടാം. സമൂനേൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് അതിൻ്റെ കുറച്ച് കച്ചപ്പ് ഇട്ടിട്ട് അത്ര തന്നെ കേട്ടാ. എന്നാലും കുഴപ്പമില്ല. ഒരു മുട്ടയും സമൂനയും എല്ലാം കൂടി 2 റുപ്യ വാങ്ങിച്ചിട്ട് ശരിക്കും 3 റുപ്യ വാങ്ങിക്കണ്ട. ചായ അടക്കം 3 റുപ്യ.
അപ്പോൾ സമയം 11 മണി. ഏകദേശം റിയാദിലെത്താനായി. 29 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. റിയാദ് സിറ്റിൻ്റെ ഇത് ഏകദേശം ഒരു 40 കിലോമീറ്റർ വേക്കുന്ന തന്നെ ഏകദേശം എൻ്റെ തുടക്കം തുടങ്ങിയിനി. എന്തായാലും അടിപൊളി. നോക്കാം, എനിക്കിനി ഈ 21 കിലോമീറ്റർ കൂടിയുണ്ട്. സമയം 11:30. റിയാദ് ടൗണിലുള്ളത്. ഭയങ്കര ബ്ലോക്ക്. എത്ര ടൈമായി ഞാൻ ബ്ലോക്കിൽ ഇങ്ങനെ ഉന്തി പോന്ന്. ഖത്തറിന് വന്നതിനെക്കാട്ടിൻ്റെ ടൈം എടുക്കുവാ. ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക്. നോക്കാം, ലോങ് അങ്ങത്തോളം ഉണ്ട്. എപ്പം ഇങ്ങനെ ആയിരിക്കും അല്ലേ, നമുക്കറിയില്ല. അപ്പോൾ ഫൈനലി ഞാൻ ഇവിടെ എത്തി. ഫുള്ള് സുഡാനികളല്ല. അവിടെ ഒരു കേരള ഹോട്ടലുണ്ട്. ഈ കേരള ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പോലും. അവിടെ നിന്ന് ഫോൺ വിളിക്കാനാണ് പറഞ്ഞത്. നേരെ അവിടെ പോയിട്ട് നമ്പർ മേടിച്ച് ഫോണിൽ കേടെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലം കാണുന്നില്ല. ഫുള്ള് സുഡാനികൾ. അവനെ വിളിക്കാം. ഏതായാലും കുറച്ച് സമയം ഇവിടെ കാത്തിരിക്കുന്നു. അച്ഛനെ കാണുന്നില്ല. ഇത് നോക്കി ഫുള്ള് സുഡാനികൾ കേട്ടോ. അങ്ങത്തോളം ഇരിക്കുന്നതാ ഇതേപോലെ കസേര ഇട്ടിട്ട്. ആ വണ്ടി നോക്കിയാൽ കയറെല്ലാം വെച്ച് കെട്ടിയിട്ട് ബമ്പറിൽ പൊരിഞ്ഞു പോകുന്നതിന്. ഞാനിവിടെ വെറുതെ നിൽക്കുമ്പോൾ കുറേ നെറ്റേ. അതിനകത്ത് ഒരു നെറ്റിൽ വെറുതെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് 1 2 3 4 5 6 7 8 എന്ന് നെറ്റ് ഓപ്പണായി. പാസ്വേഡ് സെയിം. നെറ്റിൽ വിളിക്കാൻ വെച്ചില്ല. ലക്കി അവസരം കാണുന്നില്ലല്ലോ. അതാ അച്ഛൻ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ. ഓനെവിടെയാണ് റോഡിൻ്റെ ഫ്രണ്ടിൽ? ഓനെവിടെയാണ് റോഡിൻ്റെ ഫ്രണ്ടിൽ? അങ്ങനെയല്ലോ, നോക്കട്ടെ. കത്തല്ലാതെ എന്താണ് സന്തോഷം. കത്തറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടാ? ഞാൻ വിചാരിച്ചത് ഞാൻ കടന്നിറങ്ങിയത്. ഞാൻ കിടന്നുറങ്ങി. ഞാൻ കുറച്ച് മുമ്പ് നീ വിളിച്ചപ്പോഴാണ് ഇരിച്ചതാണ്. ഈടെ ഒരു നെറ്റ് ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8. നിന്റെ ഫോൺ റീചാർജ് ചെയ്യണം. ഫോൺ റീചാർജ് ചെയ്യാൻ ഇത് കൊടുത്തു. സിമ്മില്ലേ? സിമ്മില്ല. സിമ്മിന് വലിയ പൈസ ഉണ്ടാ? സിമ്മിന് പൈസ ഒന്നുമില്ല. എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 115 റുപ്യ കൊടുക്കേണ്ടി വരും. തീരാന്താ. ആ ഇതെന്നാ ഫുള്ള് സുഡാനികള്. ഇത് സുഡാനികളിലായിട്ട് മലയാളത്തിലെ ഹോട്ടലിൽ ഇതിന് ഫുഡ് കഴിച്ചില്ല. വിശക്കുന്നു. ആ അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ലീവിൻ്റെതല്ല, നീ 6 മാസം കഴിഞ്ഞാ? ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് വന്നില്ല. എനിക്ക് അടുത്ത മാസം 23-ാം തീയതി ഖത്തറിൽ. അന്നേരം പയ്യെ കാണാട്ടാ. ഇതെന്നാ സാധനം? ഇപ്പൊ പറഞ്ഞത് എന്താ? ഇതാ അൽഫാമ്. ചിക്കൻ കറി ഒന്നുമില്ല? കുറച്ച് സാധനം ചിക്കന്റെ ബീഫ് ഈടെ ഇട്ടിട്ടാ കഴിക്കല്. അതിനാ ഇത് വിരിച്ചിന് ആൾക്കാർ 2 ടൈപ്പ് കഴിക്കും. നമുക്ക് ഇത് തന്നെ കഴിക്കാം. ഇത് തരാൻ പറയും. ചിക്കൻ കറി ഫുഡായി കേട്ടാ. അപ്പം അങ്ങനെ നമ്മൾ അച്ചുവിൻ്റെ വില്ല എവിടെയാണ്? ഇത് സ്ഥലത്തിന് എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതെയാ, ഇവിടെ എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസം. നമ്മൾ വേറെ റൂമുണ്ട് അപ്പുറം. ഇവിടെ ചെറിയ അച്ചുവിൻ്റെ ഗസ്റ്റ് ഹൗസ് ആയത്. ഇത് ചെറിയ റൂം, കുഞ്ഞി റൂം. ഇനി വേറെ റൂമുണ്ട് അപ്പുറം. അവിടെ നാളെ പോകാമെന്ന് പറഞ്ഞ്. കുറേ കാഴ്ചകളുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ കുറേ കാഴ്ചകളുണ്ട് കാണിക്കാൻ. സമയം 1:20 സമയം രാത്രി. അന്നേരം നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുമുണ്ട്. അന്നേരം ഇതാണ് ചെറിയ കാഴ്ചകൾ. നാളെ നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. പകലുള്ള കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.